വയനാട് ദുരിതാശ്വാസ കണക്ക് വിഷയത്തിൽ മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരണത്തിനെതിരെ ഡിവൈഎഫ്ഐ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കിൽ അതിശയോക്തിയില്ല. തെറ്റായ വാർത്ത കൊടുത്ത് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, പ്രസിഡന്റ് വി വസീഫ് എന്നിവർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ നടത്തിയത്. മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാക്കളായ വി കെ സനോജും വി വസീഫും വാർത്താ സമ്മേളനത്തിൽ ഉടനീളം നടത്തിയത്. വയനാട് ദുരിതാശ്വാസത്തിന്റെ ചെലവ് കണക്കിൽ മാധ്യമങ്ങൾ വ്യാജവാർത്ത പടച്ചുവിടുകയാണ്. വാർത്തകൾ കേരളത്തിന് എതിരാണ്. മാധ്യമങ്ങൾ അന്തസ്സിന്റെ എല്ലാ സീമകളും ലംഘിച്ചു. ജനങ്ങൾക്കിടയിൽ ഡിവൈഎഫ്ഐ കാര്യങ്ങൾ തുറന്നു കാണിക്കും. ഇതിന്റെ ആദ്യപടിയായി മാധ്യമ നുണകൾക്കെതിരെ നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ മാധ്യമപ്രവർത്തകരെ കാണുന്നില്ല. RSSന്റെയും കോൺഗ്രസിന്റെയും കൊട്ടേഷൻ പണിയെടുക്കുന്ന ആളുകളെ ഞാൻ പദം പ്രയോഗിച്ച് വേറെ മോശമായി പോകണം പ്രയോഗിക്കാത്തത്. നിങ്ങളൊക്കെ ആരും മാധ്യമപ്രവർത്തകരെ കാണുന്നു? ഇത്തരം വാർത്ത കൊടുക്കുന്ന ആളുകളെ ഇവരാണ് മാധ്യമപ്രവർത്തകർ. ഇങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നത് മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കൊക്കെ കൊട്ടേഷൻ മാത്രമേ എടുക്കാൻ പറ്റൂ ആ കാര്യത്തെ. ഞാൻ പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റിനെതിരായി ശക്തമായ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. ലക്ഷക്കണക്കിന് ആളുകളെ വെച്ചിട്ടാണ് മനുഷ്യച്ചങ്ങല ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചത്. ഇനി ഗവൺമെന്റ് തന്നെ സമരം നടത്തി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഡൽഹിയിൽ ആ സമരത്തിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വന്നു. പഞ്ചാബിലെ മുഖ്യമന്ത്രി പങ്കെടുത്തു, ഡൽഹിയിലെ മുഖ്യമന്ത്രി പങ്കെടുത്തു, ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി പങ്കെടുത്തു. ഇവിടെ പ്രശ്നം തന്നെയാണ്. 500 ആള് മരിച്ച ഈ ദുരന്തത്തിന് ഒരു 5 പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തന്നിട്ടില്ല. RSS വി ഡി സതീശൻ സംഘവുമായി മാധ്യമപ്രവർത്തകർക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായും വാർത്തകൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. വിഷയത്തെ നിയമപരമായി നേരിടുന്ന കാര്യവും ആലോചിക്കും. സംസ്ഥാന സർക്കാർ കൊടുത്ത കണക്കിൽ അതിശയോക്തി ഒട്ടുമില്ല. പക്ഷേ തെറ്റായ വാർത്ത കൊടുത്ത് പൊതുസമൂഹത്തെ മാധ്യമങ്ങളാണ് തെറ്റിദ്ധരിപ്പിച്ചത്. PV അൻവറിന്റെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് വി കെ സനോജ് പറഞ്ഞു. ഇത്തരം പ്രവണതയ്ക്കെതിരെയും നടപടി ഉണ്ടാകാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.